എറണാകുളത്തെ വെങ്ങോല പഞ്ചായത്തിലേക്കാണ് പോകുന്നത്. റാഫി കരീം അവിടെ നിന്ന് വിവരങ്ങൾ നൽകും. വെങ്ങോല പഞ്ചായത്തിൽ UDF ആണ് ഏറ്റവും വലിയ മുന്നണിയായത്. 8 സീറ്റ്, തൊട്ടു പിന്നിൽ 7 സീറ്റുമായി LDF ഉണ്ട്. അതേസമയം തന്നെ അവിടെ 2020-ക്കും SDPIക്കുമൊക്കെ പ്രതിനിധികളുണ്ട്. കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് അവിടെ നടന്നിരുന്നില്ല. ഇപ്പോൾ എന്താണ് സ്ഥിതി റാഫി? അനിശ്ചിതത്വം മാറിയിരിക്കുന്നു. കോറം തികഞ്ഞതിനെ തുടർന്ന് മാറ്റിവെച്ച തെരഞ്ഞെടുപ്പ് ഇന്ന് വെങ്ങോലയിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും 2020 വിട്ടുനിന്നു. ഒപ്പം തന്നെ SDPയുടെ ഒരു അംഗമാണ് ഉണ്ടായിരുന്നത്. അംഗം വോട്ട് ചെയ്തില്ല. ഈ തെരഞ്ഞെടുപ്പിന് പങ്കെടുത്തിരുന്നു, പക്ഷെ വോട്ട് ചെയ്യാതെ വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് UDF വിജയിച്ചിരിക്കുന്നത്. UDFന്റെ ഫമിദ ഷെരീഫാണ് പ്രസിഡന്റ് ആയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDFന് 9-ഉം LDFന് 8 വോട്ടുകളാണ് ലഭിച്ചത്. LDFന്റെ LC എൽദോ ആയിരുന്നു മത്സരിച്ചിരുന്നത്. എന്തായാലും നേരത്തെ വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. കാരണം 9, 8, 6, 1 എന്ന നിലയിലായിരുന്നു ഇവിടുത്തെ കക്ഷി നില ഉണ്ടായിരുന്നത്. UDFന് 9-ഉം LDFന് 8-ഉം 2020-ക്ക് 6-ഉം നില. ആ സമയത്താണ് കഴിഞ്ഞ തവണ ഈ തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ SDPIയും LDFും ഒപ്പം തന്നെ 2020-യും വിട്ടുനിന്നത്. തുടർന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയത്. ഈ തിങ്കളാഴ്ച 2020 6 അംഗങ്ങൾ അവർ വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. എന്നാൽ ബാക്കി നടന്ന വോട്ടെടുപ്പിൽ UDFന്റെ വിജയമാണ് ഉണ്ടായത്. നേരത്തെയും ഈ പഞ്ചായത്ത് UDF ഭരിക്കുന്നതായിരുന്നു. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളില്ലാതെ അവർക്ക് വീണ്ടും ഭരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഫമിദ ഷെരീഫ് ഇത്തവണ വെങ്ങോല പഞ്ചായത്തിൽ UDFന്റെ പ്രസിഡന്റ് ആകും. എറണാകുളത്തെ വെങ്ങോല പഞ്ചായത്തിൽ UDF ഭരിക്കും. ഷാമിദ ഷെരീഫിനെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് റാഫി കരീം നൽകുന്നത്. UDFന് 9-ഉം LDFന് 8-ഉം 2020-ക്ക് 6-ഉം SDPIക്ക് 1 സീറ്റുമാണ് ഇവിടെ ലഭിച്ചിരുന്നത്. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.